ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബഷീർ ദിന ക്വിസാണ്. ബഷീറുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 20 ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്തെന്നാൽ ഇതൊരു റിവിഷൻ ക്ലാസ് ആണ്. നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട, എന്തായാലും ബഷീർ ദിന ക്വിസിൽ ചോദിക്കുന്ന 20 ചോദ്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട 20 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഓരോ ചോദ്യങ്ങളും വായിക്കുമ്പോൾ തന്നെ ഉത്തരം ഗസ് ചെയ്ത് നോക്കുക. അറിയില്ലെങ്കിൽ അപ്പോൾ തന്നെ പഠിച്ചു പോകാം കേട്ടോ. വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണുക. ഈ ചോദ്യങ്ങളില്ലാതെ ഒരു ക്വിസും ഇതുവരെ നടത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. എല്ലാവരും എന്ത് ചെയ്യുക, ഞാൻ ചോദ്യം വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഒന്ന് പറഞ്ഞു നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്: മലയാള ഭാഷയിലെ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ്? മലയാള ഭാഷയിലെ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം എന്താണ്? വൈക്കം മുഹമ്മദ് ബഷീർ. എല്ലാവർക്കും അറിയായിരിക്കും, സിമ്പിൾ ചോദ്യമാണ്. രണ്ടാമത്തേത് നോക്കാം. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷം. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷം നമ്മൾ ഓൾറെഡി വീഡിയോസൊക്കെ ചെയ്തതാണ്. ആ വീഡിയോ കണ്ടവർക്ക് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. എന്താണ് ഉത്തരം? ഉത്തരം 1908 ആണ്. 1908 വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത്. ഇതൊരു റിവിഷൻ ക്ലാസ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓൾറെഡി ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തതാണ്. ഈ ഒരു 20 ചോദ്യങ്ങളില്ലാതെ ഒരു ക്വിസ് ഇതുവരെ നടത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 20 ചോദ്യങ്ങളും മുഴുവനായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത ചോദ്യം: ബഷീറിൻ്റെ ജന്മസ്ഥലമായ വൈക്കം തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ്? ബഷീറിൻ്റെ ജന്മസ്ഥലമായ വൈക്കം തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ്? ഉത്തരം എന്താണ്? ഉത്തരം കിട്ടിയോ? ഉത്തരം കോട്ടയം അല്ലേ? എല്ലാവർക്കും ഉത്തരം കിട്ടിയിട്ടുണ്ടെന്ന് കരുതുന്നു. ബഷീറിൻ്റെ ജന്മസ്ഥലമായ വൈക്കം തലയോലപ്പറമ്പ്. അപ്പോൾ തലയോലപ്പറമ്പിലാണ് അദ്ദേഹം ജനിച്ചത്. അതേത് ജില്ലയിലാണ്? കോട്ടയം ജില്ലയിലാണ്. ഓക്കെ ആണേ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായത് ഏതു പേരിൽ? വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായത് ഏതു പേരിലാണ്? ഉത്തരം എല്ലാവർക്കും കിട്ടിയല്ലോ. ഉത്തരം എന്താണ്? ബേപ്പൂർ സുൽത്താൻ. വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായത് ഏതു പേരിലാണ്? ബേപ്പൂർ സുൽത്താൻ എന്ന പേരിലാണ്. ഫ്രണ്ട്സ്, അടുത്ത ചോദ്യം നോക്കിക്കോളൂ. ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? ഉത്തരം എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ കരുതുന്നത്. എന്താണ് ഉത്തരം? കോഴിക്കോട്. ശരിയാണ്. ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ്. അടുത്തത്: വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യ കൃതി. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യ കൃതി. എല്ലാവരും ഒന്ന് ഉത്തരം ഗസ് ചെയ്യുക കേട്ടോ. ഏതാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യ കൃതി? ഉത്തരം പ്രേമലേഖനം. നിങ്ങൾ ഗസ് ചെയ്ത ഉത്തരം ശരിയാണെന്ന് കരുതുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യ കൃതിയാണ് പ്രേമലേഖനം. അറിയാത്തവർ പെട്ടെന്നൊന്ന് പഠിച്ചു വെക്കാം കേട്ടോ. എല്ലാ ക്വിസിലും ചോദിക്കുന്നൊരു ചോദ്യമാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യ കൃതി പ്രേമലേഖനം. അടുത്തത്: ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതി ഏത്? ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതി ഏതാണ്? ഉത്തരം സർപ്പയജ്ഞം. ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതിയാണ് സർപ്പയജ്ഞം. ഏതാണ്? സർപ്പയജ്ഞം. അപ്പോൾ ചില ആളുകൾക്ക് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം അറിയില്ലായിരിക്കും. അപ്പോൾ നമുക്കതൊന്ന് കണക്ട് ചെയ്ത് വേണമെങ്കിൽ പഠിക്കാം. അപ്പോൾ ബാലസാഹിത്യമാണ് ചോദിച്ചിരിക്കുന്നത്. ബഷീർ രചിച്ച ബാലസാഹിത്യം. അപ്പോൾ ബാലസാഹിത്യം എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ കുട്ടികൾക്ക് പേടിയുള്ളത് എന്താണ്? സർപ്പം. കുട്ടികൾക്ക് സർപ്പത്തിനൊക്കെ പേടിയാണ്, പാമ്പിനൊക്കെ പേടിയാണ് അല്ലേ? അപ്പോൾ ആ രീതിയിലൊന്ന് കണക്ട് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഒരു കൃതിയുടെ പേര് കിട്ടും. എന്ത്? ബാലസാഹിത്യ കൃതി സർപ്പയജ്ഞം. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തൊക്കെ പഠിക്കാം കേട്ടോ. അടുത്ത ചോദ്യം: ആകാശമിട്ടായി കഥാപാത്രമാകുന്ന ബഷീറിൻ്റെ നോവൽ. ആകാശമിട്ടായി കഥാപാത്രമാകുന്ന ബഷീറിൻ്റെ നോവൽ ഏതാണ്? ഉത്തരം പ്രേമലേഖനമാണ്. അപ്പോൾ ഉത്തരം കിട്ടിയിട്ടുണ്ടെന്ന് കരുതുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത്? ബഷീറിൻ്റെ ആദ്യത്തെ കൃതിയാണ് പ്രേമലേഖനം. അപ്പോൾ അതിലെ കഥാപാത്രമാണ് ആകാശമിട്ടായി. അപ്പോൾ ഓർത്ത് വെക്കാം കേട്ടോ. പ്രേമലേഖനത്തിലെ കഥാപാത്രം ആകാശമിട്ടായി. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീർ കൃതി ഏതാണ്? മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീർ കൃതി ഏതാണ്? ഉത്തരം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. എന്താണ് ഉത്തരം? പറയൂ.
വിശ്വവിഖ്യാതമായ മൂക്ക്. മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീർ കൃതി വിശ്വവിഖ്യാതമായ മൂക്ക്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഒന്നും ഒന്നും ഇമ്മിണി ബല്യൊന്ന് എന്ന പ്രയോഗം ഏത് പുസ്തകത്തിലാണ്? ഒന്നും ഒന്നും ഇമ്മിണി ബല്യൊന്ന് എന്ന പ്രയോഗം ഏത് പുസ്തകത്തിലാണ്? ഉത്തരം അറിയാമോ? ഉത്തരം ബാല്യകാലസഖി. ഒന്നും എന്നും ഇമ്മിണി ബല്യൊന്ന് എന്ന പ്രയോഗം ഏത് പുസ്തകത്തിലാണ്? ബാല്യകാലസഖി എന്ന അദ്ദേഹത്തിൻ്റെ കൃതിയിലാണ് ഈ ഒരു പ്രയോഗമുള്ളത്. ഓക്കെയാണ്, എല്ലാം പഠിച്ചു വെക്കേണ്ടതാണ്, പ്രധാനപ്പെട്ടതാണ്. അടുത്ത ചോദ്യം. മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതി. മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതി ഏതാണ്? ഉത്തരം ബാല്യകാലസഖി. എല്ലാവർക്കും അറിയായിരിക്കും, മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതിയാണ് ബാല്യകാലസഖി. അടുത്ത ചോദ്യം നോക്കൂ. മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ഒരു ബഷീർ കൃതിയുടെ ചലച്ചിത്രാവിഷ്കാരം. മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ഒരു ബഷീർ കൃതിയുടെ ചലച്ചിത്രാവിഷ്കാരം ഏതാണ്? ഉത്തരം മതിലുകൾ. ഏതാണ്? മതിലുകൾ. മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ഒരു ബഷീർ കൃതിയുടെ ചലച്ചിത്രാവിഷ്കാരം മതിലുകളാണ്. മതിലുകൾ എന്ന ബഷീറിൻ്റെ ഒരു കൃതിയെ ആസ്പദമാക്കിയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. ആരാണ് നായകൻ? മമ്മൂട്ടി. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. ബഷീറിൻ്റെ എടിയെ എന്ന ആത്മകഥ എഴുതിയതാര്? ബഷീറിൻ്റെ എടിയെ എന്ന ആത്മകഥ എഴുതിയത് ആര്? ഉത്തരം ഫാബി ബഷീർ. ബഷീറിൻ്റെ എടിയെ എന്ന ആത്മകഥ എഴുതിയിരിക്കുന്നത് ഫാബി ബഷീറാണ്. അപ്പോൾ ഫാബി ബഷീർ ആരാണ്? ബഷീറിൻ്റെ ഭാര്യയാണ് കേട്ടോ. ഫാബി ബഷീർ ബഷീറിൻ്റെ ഭാര്യയാണ്. അപ്പോൾ ബഷീറിൻ്റെ എടിയെ എന്ന ആത്മകഥ എഴുതിയിരിക്കുന്നത് ഫാബി ബഷീറാണ്. ഓർത്തിരിക്കാലോ. അടുത്ത ചോദ്യം. ബഷീറിൻ്റെ ഭാര്യ ഫാബിയുടെ യഥാർത്ഥ പേരെന്താണ്? ബഷീറിൻ്റെ ഭാര്യ ഫാബിയുടെ യഥാർത്ഥ പേരെന്താണ്? ഉത്തരം ഫാത്തിമ ബീവി. അപ്പോൾ ഫാബി ബഷീർ എന്നറിയപ്പെടുന്നതും ഫാത്തിമ ബീവി എന്നറിയപ്പെടുന്നതും ഒരാൾ തന്നെയാണ്, ബഷീറിൻ്റെ ഭാര്യ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കോളൂ. മലയാള സാഹിത്യത്തിലെ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം എല്ലാവർക്കും അറിയായിരിക്കും. ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. മലയാള സാഹിത്യത്തിലെ സുൽത്താൻ എന്നറിയപ്പെടുന്ന ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീറാണ്. അടുത്ത ചോദ്യം. വെളിച്ചത്തിനെന്ത് വെളിച്ചം എന്ന പദം ഏത് കൃതിയിൽ നിന്നാണ്? വെളിച്ചത്തിനെന്തു വെളിച്ചം എന്ന പദം ഏത് കൃതിയിൽ നിന്നാണ്? ഉത്തരം എന്താണ്? എൻ്റെ ഉപ്പാപ്പക്കൊരാനയുണ്ടാർന്ന്. അപ്പോൾ മുന്നേ നമ്മളൊരു പ്രയോഗം പറഞ്ഞു. ഏതാണ്? ഒന്നും ഒന്നും ഇമ്മിണി ബല്യൊന്ന്. അത് ഏത് കൃതിയിലാണ്? ബാല്യകാലസഖിയിൽ നിന്നുള്ളൊരു പ്രയോഗമാണ്. ഇതെന്താണ്? വെളിച്ചത്തിന് എന്തു വെളിച്ചം എന്ന പ്രയോഗം. അത് ഏത് കൃതിയിൽ നിന്നാണ്? എൻ്റെ ഉപ്പാപ്പക്കൊരാനയുണ്ടാർന്ന് എന്ന കൃതിയിൽ നിന്നാണ് ഈ ഒരു പ്രയോഗം എടുത്തിട്ടുള്ളത്. ഏതാണ്? വെളിച്ചത്തിന് എന്തു വെളിച്ചം എന്ന പദം ഏത് കൃതിയിൽ നിന്നാണ്? എൻ്റെ ഉപ്പാപ്പക്കൊരാനയുണ്ടാർന്ന് എന്ന കൃതിയിൽ നിന്നാണ് ഫേമസ് ആയിരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. തൻ്റെ കുടുംബ വീട്ടിൽ കഴിയവേ ബഷീർ എഴുതിയ കുടുംബകഥ. തൻ്റെ കുടുംബ വീട്ടിൽ കഴിയവേ ബഷീർ എഴുതിയ കുടുംബകഥ ഏതാണ്? ഏതാണ് ഉത്തരം? പറയൂ. പാത്തുമ്മയുടെ ആട്. അപ്പോൾ ഏതാണ്? തൻ്റെ കുടുംബ വീട്ടിൽ കഴിയവേ ബഷീർ എഴുതിയ ഒരു കുടുംബകഥയാണ് പാത്തുമ്മയുടെ ആട്. ഏതാണ്? പാത്തുമ്മയുടെ ആട്. അപ്പോൾ പാത്തുമ്മയുടെ ആട് ഒരു പ്രധാനപ്പെട്ട കൃതി തന്നെയാണ്. അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു അല്ലേ. എല്ലാം പ്രധാനപ്പെട്ട തന്നെയാണ് കേട്ടോ. അടുത്ത ചോദ്യം. ബഷീറിന് ആദ്യമായി ജയിൽവാസം ലഭിച്ച സ്വാതന്ത്ര്യ സമരം ഏത്? ബഷീറിന് ആദ്യമായി ജയിൽവാസം ലഭിച്ച സ്വാതന്ത്ര്യ സമരം ഏതാണ്? വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കുന്നതാണ്. ഉത്തരം എന്താണ്? ഉത്തരം കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹം. അപ്പോൾ ഗാന്ധിജിയെ കാണാൻ വേണ്ടി അദ്ദേഹം ഏത് സമരത്തിലാണ് പങ്കെടുത്തത്? ഏത് സ്വാതന്ത്ര്യ സമരത്തിലാണ് പങ്കെടുത്തത്? കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിൽ. 1930 നടന്ന കോഴിക്കോട് വെച്ചുള്ള ഉപ്പു സത്യാഗ്രഹത്തിലാണ് അദ്ദേഹം ആദ്യമായിട്ട് പങ്കെടുത്തത്. അതിന് അദ്ദേഹത്തിന് ജയിൽവാസവും ലഭിച്ചു. അടുത്ത ചോദ്യം. ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം. ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ്? ഉത്തരം അറിയാമോ? ഗസ് ചെയ്ത് നോക്കൂ. ഉത്തരം വരുന്നത് പത്മശ്രീ അവാർഡാണ് കേട്ടോ. 1982 അദ്ദേഹത്തിന് പത്മശ്രീ അവാർഡ് ലഭിക്കുന്നത്. അപ്പോൾ ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ്? പത്മശ്രീ പുരസ്കാരം ലഭിച്ച വർഷം 1982. ഓക്കെയാണ്. അടുത്ത ചോദ്യം നോക്കൂ. ബഷീറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച വർഷം. അപ്പോൾ ബഷീറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ചിട്ടുണ്ട്. അത് ഏത് വർഷമാണ്?
ഉത്തരം 1970 കേട്ടോ. 1970 അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിക്കുന്നത്. അപ്പോൾ ബഷീറുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 20 ചോദ്യങ്ങൾ, നിർബന്ധമായും പഠിക്കേണ്ട 20 ചോദ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. നിങ്ങൾ എങ്ങനെയെങ്കിലും എഴുതിയോ നോക്കിയോ എങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചോളൂ. ക്വിസ് മത്സരത്തിൽ നിർബന്ധമായും ചോദിക്കുന്ന ചോദ്യമാണിത്. അപ്പോൾ ഈ നിങ്ങൾക്കൊരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ തരാം. ആരൊക്കെയാണ് ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. ബഷീർ തൻ്റെ കൃതികൾ എഴുതാൻ ഉപയോഗിച്ചിരുന്ന കോഴിക്കോട് ബേപ്പൂരിലെ വീട്ടുമുറ്റത്തെ പ്രശസ്തമായ മരം ഏതാണ്? അപ്പോൾ നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളിൽ നിന്നല്ല ഈ ഒരു ചോദ്യം എടുത്തിരിക്കുന്നത്, പുറമേ നിന്നുള്ളൊരു ചോദ്യമാണ്. ആർക്കൊക്കെ ഇതിൻ്റെ ഉത്തരം അറിയാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ചോദ്യം ഒന്നുകൂടെ നോക്കിക്കോളൂ. ബഷീർ തൻ്റെ കൃതികൾ എഴുതാൻ ഉപയോഗിച്ചിരുന്ന കോഴിക്കോട് ബേപ്പൂരിലെ വീട്ടുമുറ്റത്തെ പ്രശസ്തമായ മരം ഏതാണ്? ആ മരം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ടൊരു ചോദ്യം തന്നെയാണിത് കേട്ടോ. അപ്പോൾ ഉത്തരം അറിയാവുന്നവർ എന്ത് ചെയ്യുക? നമുക്ക് നോക്കാം ആർക്കൊക്കെ ഇതിൻ്റെ ഉത്തരം അറിയാമെന്ന്. ഉത്തരം അറിയാവുന്നവർ പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്തോളൂ. നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യാൻ മറക്കണ്ട. അറിയാത്തവരെന്ത് ചെയ്യുക? ഉത്തരം കണ്ടുപിടിക്കാനൊന്ന് ട്രൈ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. ഇതുപോലെ കൂടുതൽ വീഡിയോസ് ആവശ്യമാണെങ്കിൽ അതും പറയണം കേട്ടോ. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതിനു മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.